ബിഗ് ബോസ് താരത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ഒരു മെസ്സേജ് അല്ല. ശരിക്കും പറഞ്ഞാൽ അതില് അനുമോളേച്ചി മാപ്പ് പറയണം, എന്നോടല്ല ലാലേട്ടനോട്. എന്റെ വീഡിയോയിൽ കാണുന്ന ആ വീട്, എന്റെ താമസിക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ 2007 ശേഷം വെച്ചതാ. അതിന് മുന്നേ എന്താ പറയാ, വെള്ളം വാർന്നിങ്ങനെ മേത്തേക്ക് വീഴും പൊട്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാവപ്പെട്ടവനിൽ നിന്നും അത്യാവശ്യം വലിയ ലക്ഷറി അല്ലെങ്കിലും വലിയ മഴവെള്ളം വീഴാത്തൊരു വീട്ടിൽ നമുക്കിപ്പോ ഉണ്ട്. പെരേര, നീ 10 പടത്തിൽ നായകനല്ല, നീ ഇപ്പൊ സ്റ്റാറാണ്. കുറച്ചൊക്കെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും കളിയാക്കി ആക്ഷേപിച്ച് മണ്ടനെന്നും ചീത്തയൊക്കെ വിളിച്ച ഈ പെരേര ഇപ്പൊ ഇവൻ ദിവസം 13,000 രൂപയാണ് സമ്പാദിക്കുന്നത്. മാക്സിമം 13,000 രൂപയാണ് ഒരു ദിവസം സമ്പാദിക്കുന്നത്. ചിലപ്പോൾ കിട്ടാം. പ്രിയപ്പെട്ട ഒരു സുഹൈലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്, ഈ അടുത്തിടയ്ക്ക് നെഗറ്റീവ് കമന്റ്സ് വായിച്ചത് താണ്ട ഈ നിൽക്കുന്ന അലൻ ജോസ് പെരേരയുടെ വീഡിയോ എടുത്തോണ്ട് അല്ലേ. ഇപ്പൊ ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്, ഒരുപാട് പേര് എന്നെ തെറി വിളിച്ചുകൊണ്ട് കമന്റ് ചെയ്തു. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ എന്നെ ഒരുപാട് പേര് ആക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു. ഞാൻ ഇല്ല. അപ്പം അതിനകത്ത് ഞാൻ എടുത്തു പറഞ്ഞൊരു സംഭവമുണ്ട്. ഇവൻ ഒരു സാധാരണക്കാരനാണ്, ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരൻ. അത് അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് കുറേ വീഡിയോ ചെയ്യുന്നു. ആരെയും ഉപദ്രവിക്കുന്നില്ല. കക്കാനെ പിടിച്ചു പറിക്കാനോ കമ്പിപ്പാരായിട്ട് കക്കാനെ മുട്ടിക്കാനോ രാഷ്ട്രീയക്കാരെ പോലെ ഒന്നിനും നിൽക്കുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളൊരു സംഭവം, ഇപ്പം നീ ഇങ്ങനെ ലാലേട്ടൻ്റെ അമ്മയുടെ മരണത്തിന് പോകുന്നു. അതിന് മുമ്പ് ഒരു ബിഗ് ബോസ് താരം നിങ്ങൾ നോക്കിയിട്ട് കളിയാക്കി ചിരിച്ചായിട്ടൊരു ട്രോള്, ഒരു വീഡിയോ, ഫോട്ടോ ഒക്കെ വരുന്നുണ്ട്. എന്തോ അതിനെതിരെ പറയാനുള്ളത്, എന്തോ അതിനെപ്പറ്റി പറയാനുള്ളത്? അത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ലാലേട്ടനെ നേരിട്ട് കണ്ട് പരിചയമോ അല്ലെങ്കിൽ വലിയ ആത്മബന്ധം കൊണ്ടിട്ടും പോയതല്ല. പക്ഷെ എന്നാലും എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയോട് ആണ് താല്പര്യം. ഇപ്പോൾ അദ്ദേഹം ചെയ്ത ചോട്ട മുംബൈയിലാണെങ്കിലും ഇട്ടിമണിയിലാണെങ്കിലും ചെയ്ത കഥാപാത്രങ്ങളെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട്. പിന്നെ പെരിച്ചായിലാണെങ്കിലും. അപ്പോൾ നമുക്ക് ഒരുപാട് പടങ്ങൾ പറയണം. പക്ഷേ എന്തെങ്കിലും എനിക്ക് ഫേവറേറ്റ് തോന്നിയ പടങ്ങൾ ചോട്ട മുംബൈയും ഇട്ടിമണിയും പെരിച്ചായൊക്കെ കോമഡി പടങ്ങൾ. പക്ഷെ അത് കണ്ടൊരു ആരാധന കൊണ്ടാണ് ശരിക്കും ലാലേട്ടൻ്റെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ അതെൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള പമ്പ എന്ന് പറഞ്ഞ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയോടെ പോയി ഞാൻ പോയത് നല്ല രീതിയിലാണ് പോയത്. അപ്പോൾ നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ ഇങ്ങനെ സാധാരണ രീതിയിൽ നടന്നു പോകും. അതിപ്പോൾ ചോള് ചരിഞ്ഞ് നടന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു ആൾക്കാരുടെ നെഗറ്റീവ്നെസ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ അവർ കാണിച്ചപ്പോൾ ഫീൽ ചെയ്തു, വിഷമം ഉണ്ടാക്കി. ഇങ്ങനെ ഈ നോക്കി ചിരിച്ചപ്പോൾ വിഷമം ഉണ്ടാക്കി. അത് ഞാൻ പേഴ്സണലി കണ്ടില്ലല്ലോ കേട്ടാ, വീഡിയോ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. എന്നാലും ആൾക്കാർ സൈഡിൽ നിൽക്കുന്ന ആളെ നമ്മൾ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ഫോട്ടോ ഉണ്ടായിരുന്നു, ഇങ്ങനെ ട്രോള് സംഭവം. അപ്പൊ എന്താ തോന്നി, ഫീലിങ്സ് എന്താ പറയാ, ബിഗ് ബോസ് താരത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ഒരു മെസ്സേജ് അല്ല. ഇപ്പൊ മരണ വീട്ടിൽ ഇപ്പൊ ആര് വന്നോട്ടെ ആ ഒരു രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ലാലേട്ടന്റെ വീട്ടിൽ വെച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അതില് അനുമോളേച്ചി മാപ്പ് പറയണം, എന്നോടല്ല ലാലേട്ടനോട്. അതെ. അപ്പൊ ഈ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്, ട്രോൾ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നീ കൂടുതലും കാണുന്നുണ്ട്. ഇതിനൊക്കെ വിഷമം തോന്നാറുണ്ടോ? ട്രോള് പലപ്പോഴും ഇപ്പൊ ചെയ്യാറില്ല പലരും. എന്നാലും ഇതിലൂടെയാണ് ഫേമസ് ആകുന്നത്. എന്നാൽ തന്നെ ഈ ഇതൊക്കെ തോന്നുമ്പോൾ ഒരു വിഷമം തോന്നാറുണ്ടോ? തോന്നാറുണ്ട്. രണ്ട് രീതിയിലാണുള്ള ഒരു ഫെയിം ആണല്ലോ. നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്ന ആൾക്കാരും ഉണ്ട്, നെഗറ്റീവ് രീതിയിൽ പെരുമാറുന്ന ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാർ കമന്റ് അടിച്ചിട്ടുണ്ട്, ഇവനെ കണ്ട അവന്റെ മോന്ത അടിച്ച് പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് മാത്രം, എനിക്ക് എന്റെ കമന്റ്സ് അങ്ങനത്തെ കമന്റ്സ് ഉണ്ട്. പക്ഷെ വലിയ താരങ്ങൾക്ക് പോലും കമന്റ് ഉണ്ട്. ഇപ്പൊ ഇവരുടെ അടുത്തൊക്കെ എന്തോ പറയാനുള്ളത്? ഇപ്പൊ ഞാൻ എന്തെങ്കിലും ദ്രോഹത്തിന് വേണ്ടി ആരെങ്കിലും ദ്രോഹിക്കാൻ വേണ്ടി? നമുക്കിപ്പോ കക്കാനും മോട്ടിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. നമ്മളിപ്പോ 9 വർഷമായിട്ട് ജൂനിയർ ആർട്സിൽ അഭിനയിച്ചു. അതിനുശേഷം ഒരു ബാഡ് ബോയ്സിൻ്റെ പടം ചെയ്തു, പിന്നെ മീനസ് കിച്ചനും സീരിയൽ ചെയ്തു. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്കുകളില്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടന്റായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മൾ കണ്ടന്റ് ആണല്ലോ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. കണ്ടന്റ് ചെയ്യുന്നതുകൊണ്ട്, ഷോർട്ട് ഫിലിം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റീച്ച് നിൽക്കുന്നു. നമുക്ക് പ്രൊമോഷൻ വർക്കിലൂടെ ഒരു ദിവസം 13,000 രൂപ വരെ പേയ്മെന്റ് വരുന്നു. ഇപ്പോഴും അങ്ങനെ ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അതൊരു നിസ്സാര കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സാധാരണക്കാരന് ഒരു ദിവസം എത്ര രൂപ അധ്വാനിക്കുന്നു ഏകദേശം എനിക്കറിയാം. ഒരു 3,000 രൂപ കൂടുതൽ ഒപ്പിക്കുന്ന സാധാരണക്കാരൻ എനിക്ക് തോന്നുന്നില്ല ഒരു കൽപ്പണിക്കാരന് കിട്ടും. നിങ്ങളെല്ലാവരും കളിയാക്കി ആക്ഷേപിച്ച് മണ്ടനെന്നും ചീത്തയൊക്കെ വിളിച്ച ഈ പെരേര ഇപ്പൊ ഇവൻ ദിവസം 13,000 രൂപയാണ് സമ്പാദിക്കുന്നത്. മാക്സിമം 13,000 രൂപയാണ് ഒരു ദിവസം സമ്പാദിക്കുന്നത്. അതിൽ കൂടുതൽ ചിലപ്പോൾ കിട്ടാം. അത് മാത്രമല്ല, ഇത് രാവിലെ മുതൽ കഷ്ടപ്പെട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്ന ഒരു കൂലിപ്പണിക്കാരൻ 1,000-1,200 രൂപയേ ഉള്ളൂ അല്ലേ. അപ്പൊ അതിൽ നിന്നാണ് ഇപ്പൊ ഈ മന്ദബുദ്ധി എന്നൊക്കെ പറയുന്നിടത്തു നിന്നാണ് ഇവന്റെ ആ ഒരു ഭയങ്കരമായ ഒരു ബ്രെയിൻ കിട്ടുന്ന വരുമാനം വെച്ച് നമ്മള് പരിമിതികൾ കൊണ്ടാണ് ഷോർട്ട് ഫിലിം പിടിക്കുന്നത്. ലോൺ എടുത്തോ കാര്യങ്ങളൊന്നും അല്ല, എന്നാലും നമ്മൾ ചെയ്യുന്നു. അല്ല, അതൊരു വലിയ വിഷൻ അല്ലേ.
അപ്പം ഡെയിലി ഇങ്ങനെ ഒരു വരുമാനം ഏൺ ചെയ്യുന്നു, അതിൽ നിന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്നു, പിന്നെ ഇതിനു വേണ്ടി 2-3 ഷോർട്ട് ഫിലിമാണ് ഒരു മാസം ചെയ്യുന്നത്. ഇപ്പൊ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സിനിമ എന്നൊരു കൂടുതൽ ഈ ഇനാഗ്രേഷൻ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ എത്ര രൂപയുണ്ട്? ഇനാഗ്രേഷൻ കൂടുതൽ ചെയ്തിട്ടില്ല, പ്രൊമോഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ ഒരു ഈവന്റ് പ്രോഗ്രാമോ കല്യാണത്തിന് കൂടുതലാണ് 20,000 രൂപ കിട്ടാറുണ്ട്. അതിൽ നിന്ന് മിച്ചം പഠിച്ച 6,000 രൂപ ലാഭം കിട്ടാറുണ്ട്. 20,000 50,000 രൂപ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇതിലേക്കുള്ള ഒരു 25,000 ഒക്കെ ആ റേഞ്ച് കിട്ടാറുണ്ട്. 20,000 15,000 to 20,000 അല്ലേ? ഇപ്പോഴുള്ള പുതിയൊരു സ്കീം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു എന്താ പറയാ വീഡിയോ പ്രൊമോഷൻ എത്ര കാലം ഉണ്ടാവും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടൊരു മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ് AJP ഫോട്ടോഗ്രാഫി മാനേജ്മെന്റ്. പുതിയൊരു സംഭവം കാരണം ഒരുപാട് ബിസിനസ് ഞാൻ മനസ്സിൽ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പലതും ഒരു വർക്കായിട്ട് വരുന്നില്ല. ഒരു ദിവസം 15,000 രൂപ തൊട്ട് 20,000 രൂപ സമ്പാദിക്കുന്ന ഒരാളാണ് അല്ലേ? ഇത് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ടോ ഈ പൈസ കൊണ്ട്? ഒരുപാട് പേർക്ക് നമുക്ക് പുതിയ നായികമാർക്ക് അവസരം കൊടുക്കുന്നു പറഞ്ഞ പോലെ. ഇപ്പൊ എന്തെങ്കിലും നിർത്തിപ്പോണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ വീഡിയോ ഒക്കെ? വിഷമം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണുന്ന വീട്, എൻ്റെ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 2007 ശേഷം വെച്ചതാണ്. അതിന് മുന്നേ എന്താ പറയുക വെള്ളം വാർന്നിങ്ങനെ മേത്തേക്ക് വീഴും പൊട്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പാവപ്പെട്ടവനിൽ നിന്നും അത്യാവശ്യം വലിയ ലക്ഷറി അല്ലെങ്കിലും വലിയ മഴവെള്ളം വീഴാത്തൊരു വീട്ടിൽ നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന വീഡിയോയിൽ ആൾക്കാർക്ക് കോമാളിത്തരമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അതൊരു നമുക്ക് ഒരു സന്തോഷം കിട്ടുന്നൊരു വീഡിയോസ് കാണുന്നവർക്ക്, നമ്മുടെ കോമാളിത്തരം കൊണ്ട് വീഡിയോ കാണുന്നവർക്ക് ഒരു സന്തോഷം കിട്ടുന്നു. നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് പല രീതിയിലും അത് കോമിക്കായിട്ട് തോന്നാം, ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ നമുക്കത് നമുക്കിപ്പോൾ ഒരു സന്തോഷം കിട്ടുന്നൊരു വർക്കാണ്. പിന്നെ ഭാവിയിൽ ഇത് തുടർന്ന് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതായിട്ട് തുടർന്ന് പോവില്ല, നിർത്താൻ പോവാണ്. നിർത്താനുള്ളൊരു വിഷമമുണ്ട്. കാരണം ഇത് അധികം കാലം മുന്നോട്ട് പോകില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ വേറെ ഒരു മേഖല ഫോട്ടോഗ്രാഫിയിലേക്കൊക്കെ തിരിയണമെന്നൊക്കെ ഉണ്ട്. ഈ വീഡിയോഗ്രാഫി ഈ സംഭവങ്ങളൊക്കെ നിർത്താൻ പോവാണ് ഈ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന്. ഇപ്പം പറയുന്നുണ്ടോ? സ്ഥിരമായിട്ടല്ല, ഫുള്ളായിട്ട് കണ്ടന്റുകൾ ചെയ്യുന്ന ഒരു പരിപാടികൾ മാറ്റിയിട്ട് ഷോർട്ട് ഫിലിം മാത്രം. വലിയ സ്ട്രെസ് അടിച്ചിരിക്കുന്ന ആൾ, വലിയ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾ, പലരുടെ വീഡിയോ കണ്ട് ചിരിച്ച ആൾക്കാരില്ലേ, അതിന് പറ്റിയിട്ടില്ല. ഒരുപാട് പേരെ സന്തോഷിപ്പിക്കാൻ, എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ എൻ്റെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു കാര്യമാണ് ഇവന് കഴിവില്ലാത്തവന് ഇത്രയും ഫോളോവേഴ്സ് ഒന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി ഒരാൾക്ക് പറയാം. അപ്പോൾ കാരണം നമ്മളിപ്പോൾ ഒരുപാട് പേര് വൈറലാകാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇടുന്ന കണ്ടന്റുകൾ അത് ഒരു ഭാഗ്യം നിർഭാഗ്യം എന്ന് പറയാം. ഇപ്പോൾ ലോട്ടറി അടിക്കുമ്പോൾ ചിലപ്പോൾ അടിക്കാണ്ടിരിക്കുക. അപ്പം അതേപോലെ ഒരു ഭാഗ്യ പരീക്ഷണമാണ് ഇപ്പം എൻ്റെ ഒരു വൈറൽ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നം. എപ്പോൾ വേണമെങ്കിലും മാറാൻ തറിക്കാം, ഇതൊരു ജോബ് അല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യൂവേഴ്സ് കിട്ടാൻ തന്നെ ഒരു കഴിവ് വേണ്ടേ? തീർച്ചയായിട്ടും അല്ലേ? കാരണം ഈ കഴിവില്ലെങ്കിൽ എനിക്ക് ഇത്രയും വ്യൂസ് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ചെയ്യുന്ന ആക്ടിവിറ്റി ആൾക്കാർ എത്രത്തോളം അത് അട്രാക്ട് ചെയ്യുന്ന സന്തോഷമാണ്. അതെല്ലാം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ചിരിക്കുന്നുണ്ട്. ചിലര് നിർത്തം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ചിലര് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് പ്രവാസികൾ, ഒരുപാട് സിനിമ നടന്മാർ വരെ ഉണ്ട്. കാരണം നീ ഇപ്പോൾ ഒരു നടനോട് പറഞ്ഞിരുന്നു, കാരണം ധർമ്മജൻ ബോൾഗാട്ടി, പുള്ളി പറഞ്ഞൊരു വാക്യം എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റില്ല. പെരേര, നീ 10 പടത്തിൽ നായകനല്ല, നീ ഇപ്പൊ സ്റ്റാറാണ്, കുറച്ചൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അതെ, അപ്പം ആൾക്കാർ അറിയുന്നുണ്ടെന്ന് അല്ലേ? ആൾക്കാർ അറിയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, സത്യത്തിൽ ഈ ഭയങ്കര നെഗറ്റീവ് കമൻറ്റ് ഭയങ്കര നെഗറ്റീവ് തെറി വിളിക്കുന്ന അവൻ്റെ വ്യക്തിപരമായ ആക്ടിവിറ്റി, ഇവൻ സത്യത്തിലൊരു പാവമാണ്. ഇവനെ പേഴ്സണലായിട്ട് അറിയുന്നുണ്ട്. ഞാൻ പറയാണ്, വളരെ പാവമാണ്. അവൻ്റെ സന്തോഷത്തിന് വേണ്ടി അവൻ ചെയ്യുന്നു. ആർക്കും ദ്രോഹമില്ലല്ലോ. ഈ പറയുന്ന പോലെ ആരെയും ആക്ഷേപിക്കുന്നില്ല, ആരും തെറി പറയുന്നില്ല, കക്കാനും മുട്ടിക്കാനും ഈ പറയുന്ന ഒന്നിനും പോകുന്നില്ല. അവൻ്റെ സന്തോഷമാണ് ഇതെല്ലാം. അവൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു. ഒരു വ്യക്തിഗത ആക്ഷേപം, വളരെ വൃത്തികെട്ട രീതിയിൽ വ്യക്തിഗത ആക്ഷേപത്തിൻ്റെ അങ്ങേയറ്റ ഒരു പീക്ക് ലെവലായി ഇപ്പം ഇല്ലേ? വ്യക്തിഗത ആക്ഷേപത്തിന് അങ്ങേയറ്റ ഒരു പീക്ക് ലെവലായി. ഇതൊരിക്കലും ഒരാൾക്കും നല്ലല്ല. എന്തോ ആയിക്കോട്ടെ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം അവസാനമായിട്ട്. കാരണം ഇപ്പം സന്തോഷ് വർക്കിന്ന് ആറട്ടനെ പറ്റി പല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അത് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ വീട്ടിൽ പോയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ നിന്ന് പുള്ളി ഒരു അഡ്വാൻസ് തുകയെന്ന് പറഞ്ഞ് എനിക്ക് തന്നിരുന്നു നേരത്തെ. പക്ഷെ എന്നിട്ട് കല്യാണം വർക്ക് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് ഫണ്ട് പോലും തന്നില്ല. അത് നേരത്തെ ഫണ്ട് പിടിച്ചെന്നൊക്കെ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആറട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി മലയാള സിനിമയിൽ എൻ്റെ ഒപ്പം അഭിനയിക്കില്ലെന്ന് വീഡിയോ ചെയ്തിട്ടാ. വിളിക്കാറുണ്ടോ? ഞാൻ ഇപ്പോൾ വിളിക്കാറില്ല. പുള്ളി പറയുന്ന പോയിന്റുകളൊക്കെ ഒരു നമുക്ക് മാനസികമായിട്ട് വിഷമം വരുന്ന പോയിന്റ്സാണ്. ഏറ്റവും കൂടുതൽ എന്ത് പറയുന്ന പുള്ളിയെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ
പുള്ളി എന്നെ യൂസ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പുള്ളി ചില കാര്യങ്ങളൊക്കെ പറയുന്നത് അത് എത്രത്തോളം ആൾക്കാർക്ക് എടുത്താലും ചില ആൾക്കാർക്ക് പ്രശ്നമില്ല കേട്ടോ. കാരണം പുള്ളി ഞാൻ വെർജിനല്ലെന്ന് പറയുന്നത് അതിനെപ്പറ്റി ഓപ്പണായിട്ട് പറയേണ്ട ആവശ്യമില്ല, തിരിച്ച് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല ചില കാര്യങ്ങൾക്ക്. പിന്നെ നടിമാരെ പറ്റി മോശമായിട്ടൊക്കെ എന്നെ പറ്റി പറയുക, ചേർത്ത് പറയുക. ഇപ്പോൾ ഓരോ പുതിയ ആൾക്കാരെ പുതിയ പൂജകൾക്കൊക്കെ ഞാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ആർട്ടണ്ണൻ എത്ര നെഗറ്റീവ് പറഞ്ഞാലും എനിക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റി ഞാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ആക്ടേഴ്സിനെ കാണുമ്പോൾ ഫോട്ടോ എടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആ ഒരു ബഹുമാനം കൊണ്ട് നമുക്ക് എടുക്കുന്നത് നിൽക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ആർട്ടണ്ണൻ പറയുന്നത് ആ ഒരു എന്താ പറയുക, ഒരു വ്യക്തി പറയുന്നു, അത്രേ ഉള്ളൂ. ആൾക്കാർക്ക് അത് തന്നെ വേറെ രീതി എടുക്കുന്നില്ല, ചിലർ എടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ കേരളത്തിൽ എല്ലാ ആൾക്കാർക്കും ഇപ്പൊ അറിയാം പലരെ, എവിടെ ചെന്നാലും അറിയാം. എവിടെ ചെന്നാലും എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പം വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ്, അവൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ളിൽ നിന്ന് ഇതെല്ലാം അവസാനിപ്പിച്ചു. ഇനി എന്തായാലും പെരേര എന്ന് പറയുന്ന ഒരാൾ ഇനി ഇത്തരം വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ആരെ ആക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ആയിട്ട് വരത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ AJP പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. പുതിയ ഒരു തൊഴിൽ മേഖലയിലോട്ട് വെഡിങ് ഫോട്ടോഗ്രാഫി പുതിയൊരു തൊഴിൽ മേഖലയിലോട്ട് കടന്നു. ഇനിയിപ്പം മറ്റ് പരിപാടികളായിട്ടൊന്നുമില്ല,